വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ആർക്കിടെക്ചർ ഓഫ് എ ടിപ്പിക്കൽ ഡേറ്റ മൈനിങ് സിസ്റ്റം എന്നുള്ളത്. ഈ ടോപ്പിക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് സിമ്പിളായിട്ട് ഈ ആർക്കിടെക്ചറിൽ നിന്ന് തന്നെ ഇത് ഫുള്ള് പഠിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ ആർക്കിടെക്ചറിൻ്റെ ബോട്ടമിൽ വരുന്നത് ഡേറ്റാബേസ്, ഡേറ്റ വെയർഹൗസ്, വേൾഡ് വൈഡ് വെബ്, അതർ ഇൻഫർമേഷൻ റെപ്പോസിറ്ററീസ്, ഇതെല്ലാമാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ സോഴ്സസ് ആണ്. ഈ ഡേറ്റ സോഴ്സസിൽ നിന്നാണ് നമ്മൾ ഡേറ്റ എടുക്കുന്നത്. ആ ഡേറ്റ എടുക്കുമ്പോഴത്തേക്കും അതിൽ കുറേ എറേഴ്സ് ഉണ്ടാവാം, നോയ്സ് ഉണ്ടാവാം. അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ ഈ ഡേറ്റയെ ക്ലീൻ ചെയ്യുന്നത്. ഇനി ഇൻ്റഗ്രേഷൻ നടത്തും. കുറേ അധികം സോഴ്സസ് ഉണ്ടല്ലോ ഇവിടെ. നമ്മളിപ്പോൾ ഇവിടെ തന്നെ 4 ടൈപ്പ് ഡേറ്റ സോഴ്സസ് പറഞ്ഞു. ഈ പല ഡേറ്റ സോഴ്സസിൽ നിന്നുള്ള ഡേറ്റ കമ്പൈൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻ്റഗ്രേഷൻ എന്നുള്ള പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കുറേ അധികം ഡേറ്റ വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് മാത്രം ചൂസ് ചെയ്യുന്നതാണ് സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇനി ഇവിടെ നിന്നാണ് എങ്ങോട്ട് പോകുന്നത്? ഡേറ്റാബേസ് ഓർ ഡേറ്റ വെയർഹൗസ് സെർവറിലോട്ട് പോകുന്നത്. ഇവിടെയാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഇനി അവിടുന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? ഡേറ്റ മൈനിങ് എൻജിൻ. ഇവിടെയാണ് നമ്മുടെ മെയിൻ മൈനിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നടക്കുന്നത്. അതായത് ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, അസോസിയേഷൻ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ ഡേറ്റ മൈനിങ് എൻജിനിൽ നടക്കുന്നത്. ഇനി അവിടെ നിന്നാണ് പാറ്റേൺ ഇവാലുവേഷനിലോട്ട് പോകുന്നത്. അതായത് ഈ മൈൻ ചെയ്തെടുത്ത റിസൾട്ടിന് നമ്മൾ പാറ്റേൺ ഇവാലുവേറ്റ് ചെയ്യും. കുറേ അധികം പാറ്റേൺ ഉണ്ടാവും. അതിൽ നിന്നും ഫിൽട്ടർ ചെയ്ത് നമുക്ക് വേണ്ട പാറ്റേൺ ഏതാണ്, വാലിഡ് ആയിട്ടുള്ളത് ഏതാണ് എന്ന് സെലക്ട് ചെയ്യുന്നത് പാറ്റേൺ ഇവാലുവേഷനിലാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരാളെ കണ്ടോ? നോളജ് ബേസ്. നോളജ് ബേസ് എന്താണ് ചെയ്യുന്നത്? ഈ മൈൻ ചെയ്തെടുത്ത റിസൾട്ട്സിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നതാണ് ഈ നോളജ് ബേസ്. ഈ നോളജ് ബേസിൽ എന്തൊക്കെയാണോ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ റൂൾസും ഡൊമൈൻ നോളജും ആണ് ഉള്ളത്. അതിനുള്ള റൂൾസും ഡൊമൈൻ നോളജൊക്കെ വെച്ചിട്ട് ഈ മൈൻ ചെയ്തെടുത്തിരിക്കുന്ന പാറ്റേണിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് തരാൻ പറ്റുമോ അതെല്ലാം കൊടുക്കുന്നു. അതാണ് ഇതിനെ ഇങ്ങോട്ടും ആരോ അങ്ങോട്ടും ആരോ നേരെ തിരിച്ച് ഇങ്ങോട്ടും ആരോ കൊടുത്തിരിക്കുന്നത്. ഇനി ലാസ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് എത്തിയിരിക്കുന്നത്? യൂസർ ഇൻ്റർഫേസിലോട്ടാണ് എത്തിയിരിക്കുന്നത്. അതായത് യൂസർ ഇൻ്റർഫേസിന് നമ്മൾ നമ്മുടെ എടുത്ത പാറ്റേൺ, അതായത് നമ്മൾ ഫൈനലി നമ്മൾ എന്താണോ ഔട്ട്പുട്ട് കിട്ടിയത് അത് യൂസേഴ്സിനെ കാണിക്കുവാണ്. ഇത് സിമ്പിളി ഇത് ഇത്രയേ ഉള്ളൂ. ആദ്യം എന്താണ് വരുന്നത്? ഡേറ്റ കംസ്. ഡേറ്റ എവിടെ നിന്നാണ് വരുന്നത്? ഇത്രയധികം ഡേറ്റ സോഴ്സസിൽ നിന്ന് ഡേറ്റ വരുന്നുണ്ട്. ആ ഡേറ്റയെ ക്ലീൻ ചെയ്യുന്നു, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് എങ്ങോട്ട് പോയി സ്റ്റോർ ആവുന്നു? ഒന്നെങ്കിൽ ഡേറ്റാബേസിൽ അല്ലെങ്കിൽ ഡേറ്റ വെയർഹൗസ് സെർവറിൽ പോയി സ്റ്റോർ ആവുന്നു. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡേറ്റ മൈനിങ് എൻജിനിൽ പോയിട്ട് നമുക്ക് വേണ്ട ഡേറ്റ മൈൻ ചെയ്തെടുക്കുന്നു. അതിനുശേഷം യൂസ്ഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ജനറേറ്റ് ചെയ്യുന്നു. പിന്നെ അവിടെ ഒരു നോളജ് ബേസ് ഉണ്ട്. നോളജ് ബേസ് എന്ത് ചെയ്യുന്നു? ഈ മൈൻഡ് ചെയ്തെടുത്ത റിസൾട്ടിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നു. അറ്റ് ലാസ്റ്റ് നമുക്ക് കിട്ടിയ ഔട്ട്പുട്ട് നമ്മൾ യൂസറിനെ കാണിക്കുന്നു. ഇത്രയാണ് സിംപ്ലി ആർക്കിടെക്ചർ ഓഫ് ടിപ്പിക്കൽ ഡേറ്റ മൈനിങ് സിസ്റ്റം എന്ന് പറയുന്നത്.